when our heart is set on promoting God's kingdom, God will give us kingdom connections. ദൈവരാജ്യത്തെ ഉയർത്തുവാൻ നമ്മുടെ ഹൃദയത്തെ നാം ഒരുക്കുമ്പോൾ ദൈവം നമുക്ക് രാജ്യത്തിൻ്റെ ബന്ധങ്ങൾ നൽകും. യെരുശലേം പട്ടണത്തെ പണിയുവാനായി നെഹമ്യാവ് ഒരുങ്ങിയപ്പോൾ അവനെ പട്ടണത്തിലേക്ക് അയക്കുവാൻ രാജാവിന് തിരുവുള്ളമുണ്ടായി. അവധിയും അവന് പോകുവാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കൊടുത്തു. തിരുവചനം പറയുന്നു, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളയിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. നാം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനു ചുറ്റും ദൈവരാജ്യത്തെ ഉയർത്തുവാൻ ഒരുങ്ങുമ്പോൾ ദൈവം നമുക്കായി അതിനുള്ള വ്യക്തികളെയും ഉപാധികളെയും കണ്ടെത്തി നാമുമായി ബന്ധിപ്പിക്കുന്നു. അത് സ്കൂളിലെ ഒരു അധ്യാപകനായിക്കൊള്ളട്ടെ, നാം ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളിലെ മേലധികാരികളായിക്കൊള്ളട്ടെ, ഗവൺമെൻറ് തലത്തിലെ ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ ആയിക്കൊള്ളട്ടെ, ഒരു രാജ്യത്തിൻ്റെ രാജാവോ ആയിക്കൊള്ളട്ടെ, അവരുടെ ഹൃദയത്തെ നമ്മോടുള്ള ഓരോ വിഷയത്തിലും എങ്ങനെ, എപ്പോൾ, എവിടേക്ക് തിരിക്കണമെന്ന് നമ്മുടെ ദൈവത്തിനറിയാം. കാരണം അവരുടെയൊക്കെ ഹൃദയം നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കേയിരിക്കുകയാണ്. ഇപ്പോൾ താൽക്കാലികമായി ചില വാതിലുകൾ, നമുക്ക് കിട്ടേണ്ടുന്ന നന്മകൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടന്നെന്നാലും വിശ്വാസത്തോടെ നാം സമീപിക്കുന്ന പക്ഷം ദൈവം ചില അധികാരികളുടെ മനസ്സുണർത്തി അവർക്ക് നമ്മോട് തിരുവുള്ളമുണ്ടാകുവാനായി ദൈവം ചിലത് അവരോട് കൽപ്പിക്കുന്നു. നാം പ്രതീക്ഷിക്കുന്ന വ്യക്തികളായിരിക്കുകയല്ല നമുക്ക് അനുകൂലമായി കടന്നു വരിക. എന്നാൽ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ, നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത്, നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്ത്, നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമുക്കായി ദൈവം എഴുന്നേൽപ്പിക്കുന്നു. നെഹമ്യാവിൻ്റെ മനോദുഃഖത്തെ പരിഹരിക്കുവാനായി ദൈവം അർത്ഥഷഷ്ടാ രാജാവിൻ്റെ മനസ്സിനെയാണ് ഉണർത്തിയത്. ഏലിയാവിനെ പോറ്റുവാൻ സാരഫാത്തിൽ ഒരു വിധവയെയാണ് ദൈവം ഒരുക്കി നിർത്തിയത്. നാം അറിയുന്നില്ല, നമുക്കായി ചിലപ്പോൾ വിധവയെയും ചിലപ്പോൾ രാജാവിനെ പോലും ദൈവം ഒരുക്കി നിർത്തുന്നു. നമ്മോടുള്ള ദൈവത്തിൻ്റെ കരുതൽ എത്ര വലിയത്! ഹാവ് എ ബ്ലെസ്ഡ് ഡേ.